പാമ്പ് മാജിക് വർക്കാണ്. നമ്പൂതിരിയുടെ ഓടക്കുഴൽ ഇതിന് നമ്മുടെ സിനിമാ പാട്ടൊക്കെ ഊതാം. ഇതിൻ്റെ അടുത്ത് ഹിന്ദി പാട്ട് ഊതിയ കാര്യം നടക്കില്ല. ഇതിൻ്റെ അടുത്തെല്ലാം നമ്മൾ ഊർണ്ണ മകടി ഇതാണ്. നമ്മൾ ഇതാണ് ഊതേണ്ടത്. പക്ഷെ ഇവിടെ ഉള്ളവർ കുറച്ച് നീങ്ങി നിൽക്കണം. പ്ലീസ്. മൈക്ക് വർക്ക് ചെയ്യണില്ല. ഹലോ, യൂത്ത് കേട്ടാ വിചാരിക്കും പാമ്പ് ഇപ്പൊ വരുമോ. ഒരാഴ്ച കൂടിയാലും വരില്ല. പാമ്പുകൾക്ക് ചെവി കേൾക്കില്ല. ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റില്ല. വൈബ്രേഷൻ മാത്രമേ അറിയുള്ളൂ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പാമ്പിനെ കണ്ടിട്ട് ബാന്ന് വിളിച്ചു നോക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ഇറങ്ങാൻ ആഹാരങ്ങളൊക്കെ കഴിക്കും. പാമ്പുകൾ ഇറങ്ങാൻ മനസ്സിലാക്കിയാണ് ജീവിക്കും. പക്ഷെ ഈ പണ്ടാരം എത്ര ഇണങ്ങിയാലും കടിച്ചില്ല എന്ന് വിചാരിച്ച് തുടരുത്. ശ്രദ്ധ വേണമെന്ന് മാത്രം. വിളിച്ചാൽ വരും. ആഹാരം ഇന്നലെ ഞാൻ കാണിച്ചു. ഇന്നലെ എന്റെ പരിപാടി കഴിഞ്ഞ ശേഷം എന്റെ കയ്യിൽ ഒരാളൊരു കോഴിമുട്ട വാങ്ങിയത് അരിക്കാക്ക കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് മഴയായപ്പോ ഷോ നിർത്തി. പാമ്പുകളെ കോഴിമുട്ട കഴിക്കുമെന്ന് ചോദിക്കും ചിലവർ. കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ മൂർഖനെ തല്ലി കൊന്നവരെ വിശ്വസിക്കും പാമ്പ് കോഴിമുട്ട കഴിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ പാമ്പുകൾക്ക് ഇതൊന്നും കൊടുക്കൂല. മെയിൻ ഭക്ഷണം എലി ഇവിടുത്തെ പോകുന്നവർ. ഇപ്പൊ ഒരു ഫാമിലി പെട്ടിട്ടുണ്ട്. എലി ഇങ്ങോട്ട് ഇതുവരെ അങ്ങോട്ട് ഇറങ്ങില്ല. നേരം വളർത്ത 4 മണിയിൽ കഴിക്കാൻ. എലി കിട്ടാൻ പ്രയാസം വരുമ്പോൾ ടൂറ് വരുമ്പോൾ മാത്രം കോഴിമുട്ട വെക്കാൻ ഞാൻ. കാരണം മകടി ഊതിയാലൊന്നും വരുന്നത് കേട്ടോ. വേണമെങ്കിൽ സിഗ്നലാണ്. സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ചീട്ടെടുക്കും. അതും സിഗ്നലാണ് കേട്ടോ. ചില്ലറ കോയിൻസ് ആരോഗ്യമുള്ള ചില്ലറ കോയിൻസ് പിടിച്ചോ. ചേട്ടൻ ഒരു ഭാരം. നിങ്ങൾ ആ കോയിൻസ് 2 പൊട്ടടം മുകളിൽ ഏതെങ്കിലും പൊട്ടടം മുകളിൽ കൊള്ളണം. നേരെ ഒന്നിടുക. അടുത്ത് വന്നിട്ടാലും കുഴപ്പമില്ല. കൊള്ളണം എന്നാണ്. അതിന് മേലെ കൊള്ളണം. സിഗ്നലാണ്. 2-ലും മോനെങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അദ്ദേഹം കല്ലിടും. ആ പൈസ ഇങ്ങനെ ഇടുമ്പോ ഇത് ഇടരുത്, ഇതിന് മേലെ വെച്ചാ മതി കേട്ടോ. എനിക്ക് പോകാൻ ആളില്ല, അതുകൊണ്ടാണ്. കൊള്ളണം. ചേട്ടാ, പോയിന്റ്സ് വലുതിലാണ് ചെറുതിലാണ് ഇടുക? കാരണം ഇത് അടുത്ത അത് വന്നാൽ മാത്രമേ പോകാൻ പറ്റില്ല. അത് കുറച്ചല്ലോ വന്നാ. കോഴിമുട്ട അങ്ങനെ കാണിക്കണ്ട, ഒന്ന് അടച്ചു പിടിക്കും. ഇന്നലെ ഒരാളെ മുട്ടയും കൊണ്ട് ഓടി. ഭാഗ്യത്തിന് പോലീസുകാരോട് ഉണ്ടായത് കൊണ്ട് ആളെ രക്ഷപ്പെട്ടു. അതിൽ വണ്ടി മുട്ടിയാണ്. കാണരുത്, അങ്ങനല്ല. ഞാൻ കാണിക്കാം. കംപ്ലൈന്റ് വരാൻ പാടില്ലത് കൊണ്ടാണ് ഇങ്ങനെ അടയ്ക്കും. ഈ പണ്ടാറും പറ്റാതെ വാങ്ങണമെങ്കിൽ പിള്ളേരൊക്കെ അടുത്താണ് പോകുന്നത്. എൻ്റെ അടുത്തുള്ള ഒരു സാധനം ഇത് എൻ്റെ അമ്മായിയമ്മ സ്ത്രീധനമായി തന്നതാണ്. ചേച്ചി ഉള്ളിൽ കൈയിടി. പാമ്പുണ്ടോ? എന്നെ പേടിപ്പെടുത്തില്ല. ഇട്ടോളെ. ഓക്കെ, അദ്ദേഹത്തിന് തീരും വെക്കണം. ഇത് എടുത്ത് വെക്കണം. എനിക്ക് 2 കൈ വേണം ഊതാൻ, അതുകൊണ്ട് ഒരു ഹെൽപ്പ്. എന്നെ നോക്കരുത്, അവിടെ നോക്കണം. പിന്നെ കാര്യം പേര്, തമാശ പേര്. ഞാൻ എവിടെ ചെന്നാലും കോഴിമുട്ടയും സഞ്ചിയും സൂക്ഷിക്കണം. ഇന്നലെ ഒരാളെ കോഴിമുട്ട മേടിച്ച് അവസാനം പറഞ്ഞു എന്നോട് അരിക്കാക്കാൻ മുട്ടയില്ല അന്ന് പറയും. കോഴിമുട്ട പോയ ഇയാളിങ്ങനെ തപ്പി നോക്കണം. തപ്പരുത്, പക്ഷെ തപ്പിയാൻ്റെ പരിപാടി നടക്കില്ല. അതിൽ പോകില്ല. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചോളൂ. പേടിയുണ്ടോ? തപ്പരുത്, ഇങ്ങനെ പിടിക്കും. മോളൊന്ന് തപ്പി നോക്കുമ്പോൾ പൊട്ടിക്കരുത്. ഉണ്ടോ? അവിടെ അവിടെ ഇളകരുത് കേട്ടോ. അവിടെ നിൽക്കണം. ആൾക്കാർ കാണുന്നത് നമ്മൾ നിങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത്. മകടി പോകുമ്പോൾ ഇടാൻ പറഞ്ഞതാ. ഇട്ടോളെ ഇട്ടോളെ, അടുത്തോ ഇട്ടോളെ. ഇദ്ദേഹത്തിനടുത്ത് പ്രത്യേകം ഞാൻ പറയണല്ലോ, കല്ലിടുമ്പോ കോഴിമുട്ട, അതിടുമ്പോ കോഴിമുട്ട വെക്കണം. കോഴി തമാശ വേറെ, കാര്യം വേറെ. രാജകൃഷ്ണന്റെ അടുത്ത് ഞാൻ എന്താ തന്നത്? സൈറ്റില് ഇയാളെ തപ്പണ്ട, അയാളെ മുട്ട വേണ്ട, കൈയെടുക്കും. അയ്യോ പോയി, മോനെടുത്തില്ലല്ലോ. ആരെ മോളെ തപ്പി നോക്കിയാലോ അറിയാം. മോള് തപ്പുമ്പോ കോഴിമുട്ട ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് 2 മുട്ട വാങ്ങി കഴിക്കും. മോളെടുത്തില്ലല്ലോ. ചിലവർ ചോദിക്കും, മലിക്കാക്ക കോഴിമുട്ട ഇവിടെ എവിടെയും പോയില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ സാധനം. കൈ ഇങ്ങനെ കാണിക്കണം, വരുത്ത കൈ. അടുത്ത കൈ ഏതാ? എനിക്കെന്നെ അറിയില്ല.
ചെറിയ ഒരു പേപ്പറിന്റെ ഒരു കഷ്ണം ഞാൻ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കണം. പേപ്പർ തന്നെയല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ മുട്ട ഉണ്ടാക്കാൻ പറ്റുമോ? സാധിക്കില്ല. ഞാൻ ചോദിക്കും എന്നോട്, അരിക്കാക്ക പേപ്പർ മുട്ടയാകുമോ? മാങ്ങ 2 സെക്കൻഡ് കൊണ്ട് മാവ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. മാങ്ങ 2 സെക്കൻഡ് കൊണ്ട് മാവ് ഉണ്ടാക്കാൻ പറ്റുമോ? കാണാം, വീടിന് കാര്യം കുഴിച്ചിടാൻ പറ്റില്ല. ഇത് ഓംലെറ്റ് അടിക്കാൻ പറ്റില്ല, കുറച്ചു നേരം കാണാം. പക്ഷെ എന്റെ മാജിക്ക് കാണുന്നത് വരെ നിങ്ങളുടെ പോക്കറ്റില് പൈസ, പേഴ്സ്, മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ച് സ്റ്റോക്കാണ്. എന്റെ മാജിക്കിന് പോവില്ല, അടുത്ത് വേറെ വേറെ മാജിക് ചെയ്യാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും കിട്ടുള്ളൂ. നോക്കാൻ കഴിയും. രാജേഷ് ഒരു കോഴിമുട്ടല പോയത് ഒരെണ്ണം എടുത്ത രസമല്ല, മാജിക് കളിയാണ്, കണ്ട് ആസ്വദിക്കുക. നിങ്ങളെ ഇഷ്ടം വെറുതെ ഒരു എണ്ണം പറയാം. എത്ര എണ്ണം കാണാം? നിങ്ങളെ ഇഷ്ടം പറയണം. വെറുതെ ഒരു എണ്ണം കച്ചവടമോ? ഓക്കെ, നിങ്ങളെ കയ്യിൽ ഒതുങ്ങോ? പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റുമോ? പറ്റില്ല. മാജിക്കിന് മറവാണ്. കോഴിമുട്ട പോയിട്ട് സഞ്ചിന്റെ ഉള്ളിൽ ഇട്ടിട്ട് മുട്ട പോയത്. ഇങ്ങനെ പിടിച്ച് മുട്ട കാണാതെ ആക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. മറവില്ലെങ്കിൽ മാജിക്ക് നടക്കില്ല. അവിടെ മായാജാലം കെട്ടി. ഇത് എന്ത് വേണമെങ്കിലും ഞാൻ കാണിക്കുന്നത്. പേപ്പർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ നോട്ടൊക്കെ കാണാം. എന്റെ ഷോ യൂട്യൂബിലുണ്ട്, അലി ചക്രോശ്ശേരി കാണാം. ഞാൻ 9 വർഷം മാജിക് പ്ലാനറ്റിലെ പെർഫോമറായിരുന്നു. ഇപ്പോൾ 5 മാസമായി അവിടെ നിർത്തിയിട്ട്. പേപ്പർ ഒന്ന് നോക്കൂ. പേപ്പർ ഞാനിട്ടോ വലിപ്പം ഞാൻ നടത്താൻ സംശയമാണ്. ഇത് ഞാൻ അറിയുന്ന ആൾക്കാരൊന്നും അറിയില്ല, കമ്പനിയാണ് ഞാൻ പറ്റില്ല. പെട്ടിക്ക് നോക്കണമെന്ന് എല്ലാവരും കണ്ണിനെ കെട്ടണം. കൊണ്ടുവരണം. എനിക്ക് വേണ്ടി നിങ്ങൾ നുണ പറയരുത്, സത്യം പറഞ്ഞാൽ മതി. പേപ്പർ ഇടുമ്പോ കോഴിമുട്ട കണ്ടോ? അടക്കുമ്പോ നിങ്ങളാ അടച്ചത് അല്ലേ? ഞാൻ പറയുമ്പോ വലിപ്പൊന്ന് തുറന്ന് അതിന്റെ ഉള്ളിൽ ഒന്ന് കൈയിട്ട് കോഴിമുട്ട ഈ പ്ലേറ്റിൽ ഒന്ന് എടുത്തു വെക്കാം. ഒരേ വാക്കൊന്നും കേട്ടു. അവർ പാമ്പ് പോകുമ്പോ നഷ്ടമാണ്. എന്തെങ്കിലും കോഴിമുട്ടല്ലോ. ഇനി ഞാൻ എടുക്കാത്തത് എന്താ അറിയോ? എനിക്കെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇനി ഞാൻ എടുക്കുമ്പോ ചില സമയം സാധനം പൊട്ടിയിട്ട് വരും. അല്ലോ, അതാണ് നമ്മൾ മെനക്കെടാത്തത്. അതാ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുന്നത്. നമ്മളെടുത്താൽ ശരിയാവില്ലല്ലോ. ഉണ്ടോ? മൂപ്പരെ വാക്കൊന്നും കേൾക്കരുത്. നിങ്ങൾ ശരിക്കും ഒന്ന് കൈയിട്ടാൽ മതി, നോക്കിയിട്ടിട്ടാൽ മതി. എന്താ എന്താണ് എന്തോ പാമ്പാ? കുറച്ച് നീങ്ങി ഇനി ജീവനുള്ളവരെ ഇദ്ദേഹം ഉള്ളിൽ കഴിയിട്ടില്ല. പാമ്പിനെ കണ്ടോ? ഇദ്ദേഹം പേടിച്ചതാ. പേടിക്കാൻ കാരണം റബ്ബർ ചെയ്ത പണിയാണ്. ഇത് മായാജാലം. നമ്മൾ എന്ത് വിചാരിച്ച് കൈയിട്ടാലും അതേ കാണുള്ളൂ. ഇദ്ദേഹം കൈയിടുമ്പോ ഇവിടുന്ന് ആരോ പാമ്പുണ്ടെന്ന് പറഞ്ഞപ്പോ മൂപ്പരേക്ക് തോന്നി, അല്ല പാമ്പില്ല. അങ്ങനെ കണ്ടോ? ഓക്കെ, ഇനി ഞാൻ തന്നെ എടുക്കേണ്ടവരെന്നാ തോന്നുന്നു.
കൈ ഒന്ന് മെല്ലെ ഉള്ളിലിടണം. കരക്കമുള്ള പലതും നഷ്ടപ്പെടുക. എവിടെ ഫ്രീ ആയി നിൽക്കുക, എവിടെ ചാവും ചോദിക്കുന്നത്. അലിക്കാക്ക ഒരു പാമ്പുണ്ടോ? നമ്മുടെ ഉണ്ടല്ലോ, അവിടെ ഉള്ളവർക്ക് കാണണം. ഇതിനെ എല്ലാവർക്കും നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതേ പാമ്പ് ഒരു 2 മിനിറ്റ് രാജേഷിന്റെ കഴുത്തിലുണ്ടാവും. അതാ രസം. അവിടെ ഓടാനുള്ള എല്ലാ പരിപാടിയും സമ്മതിക്കുന്നു. നിങ്ങളുടെ കഴുത്തിൽ വിടട്ടെ, എന്റെ കഴുത്തിൽ വിടട്ടെ. നോട്ടം തന്നെ ശരിയല്ല. പാമ്പ് ഞാൻ ആ വലിപ്പ് തുറക്കാം കേട്ടോ. വലിപ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരാൾ ഈശോ പണ്ടെന്റെ വാപ്പ കാണിച്ചാൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്റെ വാപ്പ ഇങ്ങനെ താഴത്തിരിക്കുന്നു. എന്റെ വാപ്പ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ ഇരുന്ന ശേഷം ഒരു കുഴി ഉണ്ടാക്കും. ഒരു മാങ്ങടണ്ടി കുഴിയിൽ വെക്കും. കുറച്ച് വെള്ളം തെളിക്കും. അദ്ദേഹം ഒരു കൂട അടച്ച ശേഷം മകടിയിൽ ഒരു പാട്ട് ഓതി കൂട മെല്ലെ പൊട്ടിയാൽ ആ പ്രശ്നം. ഈ മാങ്ങടണ്ടി വെച്ച സ്ഥലത്ത് നിന്ന് കണ്ട് ഒരു മാവ് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. പക്ഷെ അവിടെ ഈ സ്ഥലത്ത് കണ്ടാൽ എനിക്കൊരു മാങ്ങടണ്ടി കുടിച്ചിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുഴി ഉണ്ടാക്കാൻ റിസ്ക്കാണ്. അത് കാരണം കണ്ടോ ഞാൻ ഒരു ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിയുടെ ഉള്ളിൽ കണ്ടോ മണ്ണ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ നടുക്കിൽ കണ്ടോ ഞാനൊരു ഹോള് ഇതിന്റെ നടുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ഒരു ഹോള്. ഇതിന്റെ അടിയിൽ കണ്ടോ വയറ് കണക്ഷൻ ഇല്ല. ഇവിടെ എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ല. ചട്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ കൈവശം കണ്ടോ ഒരു മാങ്ങടണ്ടി. പക്ഷെ എല്ലാവരും കാണണം, ഒരാൾ കണ്ടാ പോരാ. എല്ലാവരും കാണാൻ ആഗ്രഹമുണ്ട്. ഈ മുൻവശത്തുള്ളവർ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ആ പുറകിലുള്ളവർക്കും ഒന്ന് കാണാം. നമസ്കാരം. എല്ലാവരും കാണാൻ സഹകരിക്കണം. വെളിച്ചം പോയാ കാണുമ്പോഴേ കാണുള്ളൂ കേട്ടോ. മാജിക് പ്ലാനറ്റിൽ കാണെങ്കിൽ ടിക്കറ്റ് വാങ്ങുന്നതിന് എന്നെ കാണണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് ഇല്ല. ഫ്രീ ആയി കാണിക്കുക. എത്ര അടുത്തുമ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ. കൂടയിൽ ഒന്നുമില്ല, കാര്യമാണ്. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എന്നോട് പറയാൻ ഞാൻ ദേഷ്യപ്പെടില്ല. ഇന്നലെ ഒരാൾ ഷോ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാവ് ചട്ടിയിൽ ഒളിപ്പിച്ച് വെച്ചു എന്നിട്ട്. ഞാനും ഉള്ളിൽ കഴിഞ്ഞിട്ട് മാന്തി നോക്കാം. ഞാനൊന്നും നോക്കാം, കുഴപ്പമില്ല. ഞാൻ മാന്തി ഒന്നുമില്ലല്ലോ. ഇത്ര വലിയ ഒരു മാവ് കൊള്ളുവോ? ഇല്ല, കൊള്ളൂല. ഇപ്പോഴും ഞാൻ പറയാം, എന്റെ ഷോ കാണുന്നവരെ പോക്കറ്റ്, പൈസ, പേഴ്സ്, മൊബൈലൊക്കെ സൂക്ഷിച്ചോളെ. നിങ്ങളെ മുതൽ നിങ്ങൾ സൂക്ഷിക്കണം, ഞാനല്ല. അനിക്കാക്കന്റെ മാജിക് ഞാൻ കണ്ട്, എന്റെ മാജിക് ഇഞ്ചൊക്കെ കണ്ടെന്ന് പറയല്ലേ. കൂടെ അടയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇതേ തുണി കാണണം. ഞാൻ കൂടെ മുകളിൽ ഞാൻ അടയ്ക്കുന്നുണ്ട്. മകളിലെ ഒരു പാട്ട് ഞാൻ ഊതിയ ശേഷം തുണിയിലൊന്നുമില്ല. തുണിയിലെന്തോ ഉണ്ട്. തുണി താഴെയാണ്. ഓക്കെ, ഇതിൽ ഒന്നുമില്ല, താഴെയാണ്. ഓക്കെ, ഒരു തുണി കാണിച്ച എന്റെ ഷോ ശ്രദ്ധിക്കാനുള്ള സംശയം വരുന്നത്. കാലിയാണ്, കയ്യിൽ ഒന്നുമില്ല. ഡൗട്ട് എന്തായാലും അടിക്കാക്കാൻ നേരത്തെ കൂടെ ക്ലിയർ ആയി കാണിച്ചു. പക്ഷെ ഇപ്പോ ഉള്ളിൽ കൈ പിടിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്നാണ് സൈക്കാന്റെ പക്ഷേ.
പറയുമ്പോ കൊണ്ടുവന്നാൽ കാര്യമാണ് സാർ, ഒന്നുമില്ല. ഓക്കെ, സമാധാനമായില്ലേ? ഒരു മാവ് ഇങ്ങനെ പിടിച്ചാൽ നിൽക്കില്ല. എന്റെ നാട്ടിലൊരു പറഞ്ഞൊന്നുണ്ട്, ഒന്നും കാണാതെ പട്ടം പുറത്തൽ ചാടില്ല എന്ന് പറയും. ഒന്നും കാണാതെ ബാക്കിൽ ആളെ ഇരിക്കില്ല. അവരുടെ നോട്ടം തന്നെ ശരിയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ കൂടടച്ച് തുണി അടയ്ക്കാൻ പോകുമ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, മാവ് ഇതിൽ ഫിറ്റ് ചെയ്തിരുന്നെന്ന്. എന്തുണ്ടെങ്കിലും പണ്ടം അടക്കാൻ ചത്തുപോട്ടെ. എന്നോട് ജനം എന്തും ചോദിക്കും, കാരണം വേറെ എവിടെയും ചോദിക്കാൻ പറ്റില്ല. ഒരു സ്റ്റേജിൽ ഷോ ആണെങ്കിൽ കയറി ചോദിക്കണം. മകടിയിൽ ഒരു പാട്ട് ഞാൻ ഊതിയ ശേഷം തുണി മാറ്റി കൂടെ ഞാൻ നല്ല സോറി, കൊട്ട എന്ന് പറയുന്ന എന്റെ നാട്ടിൽ ഭാഷയാണ്. ഇവിടെ പറയാൻ പാടില്ലെന്ന് അറിയാം. മാജിക് പ്ലാനറ്റിൽ ഇറങ്ങിയതോടുകൂടി ആ ഭാഷ മാറിപ്പോയതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് തുണി മാറ്റി കൂടെ ഞാൻ മെല്ലെ പൊക്കേണ്ടത് ആവശ്യമുള്ളൂ. ചിലവർക്ക് ഡൗട്ടൊക്കെ കാണാം, ഈ മാങ്ങയുടെ അണ്ടി ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും കാണും. കുറച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞു വരുന്നൊക്കെ. എന്റെ ഷോ കണ്ടവർക്കറിയാം മാങ്ങാണ്ടി ഒറിജിനൽ ആണെന്ന്. കമ്പ്യൂട്ടർ വെച്ച് കാണിക്കണമെങ്കിൽ മുതുകല സാറിനെ വിളിക്കേണ്ട സാറിനെ കാണിക്കുക. മാങ്ങാണ്ടി ഒറിജിനൽ ആണ്, സത്യം ഒറിജിനൽ. ഇവിടെ ഉള്ളവർ ഒന്നിരിക്കുകയാണെങ്കിൽ പുറകിലുള്ളവർ കുറച്ച് പേര് ഇല്ലല്ലോ. ഒന്ന് സഹകരിക്കണം കേട്ടോ. അവളെ എനിക്കെന്തെങ്കിലും കിട്ടുള്ളതുണ്ട്. കാല് വേദനിക്കുമ്പോൾ എണിച്ചാൽ ഒരു സഹകരണം. സ്റ്റേജ് ഇല്ലാതെ ഉള്ള സ്ട്രീറ്റ് മാനേജല്ലേ. പോക്കറ്റിൽ വെക്കില്ല, പുറകിൽ ആൾക്കാർ മുകളിലൊക്കെ ഉണ്ട്, ക്യാമറ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതേ കൂടെയുള്ള ഉള്ളിൽ ഞാൻ വെക്കാൻ പോവാണ്. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ വെച്ചത് ഒരു മാങ്ങടക്കി മണ്ണിട്ട് ഞാൻ അടക്കട്ടെ. കാണിക്കാൻ പറഞ്ഞത് മാവിന്റെ കൈയാണ്. സംഗതി കണ്ടോ ലെവലായി. ഞാൻ മാങ്ങടക്കി എടുത്തില്ല, മടിയിലൊന്നും വെച്ചില്ല. ഞാൻ ഷോ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഷോ ചെയ്യുമ്പോ പാൻറ് കീഴിലൊന്നും പാൻറ് ഇടൂല, പോരാത്തന്നെ ഈ കോട്ട് കിട്ടുമൊന്നും ഇടൂല. കാരണം എന്താ അറിയോ, അതൊക്കെ ഇടുമ്പോ ചിലവർക്ക് ഡൗട്ട് കാണാം, അവിടെ വെച്ചു ഇവിടെ വെച്ചു നിൽക്കലുമില്ല. ഒരു മാങ്ങണ്ടി വെച്ചതാ, ഒന്നും എടുത്തിട്ടില്ല. തുണി മാറ്റി കൂടെ ഞാൻ എല്ലാം പൊക്കാം. എല്ലാവരെയും കണ്ണിനെ കെട്ടണം. പുറകെ ആൾക്കാരുണ്ട്. കണ്ണിനെ കെട്ടണം എന്ന് പറയുമ്പോ തുണി കൊണ്ട് കണ്ണ് കെട്ടല്ല. ഒരു 10-20 മിനിറ്റ് വരെ, ഏറി വന്ന ഒരു അരമണിക്കൂർ വരെ വേണം. ഇതെങ്ങനെ വലുതാകുന്നു നോക്കണം. വലുതാക്കി മാങ്ങ കട്ട് ചെയ്താൽ ഇതിന് എസ് വെച്ചാൽ മതി. തന്നെ ഇത് വലുതാക്കുന്നതിന് മുമ്പ് ഒറിജിനൽ ആണോ എന്ന് അറിഞ്ഞ ശേഷം വലുതാക്കാം. ചില ആളുകൾ പറയും എനിക്കാത്ത സ്വിച്ച് ഇട്ടപ്പോ ചട്ടിന്ന് പുറത്തു വന്നതാണെന്നൊക്കെ. ഒരു സ്വിച്ച് ഇല്ല. നിങ്ങൾ എന്നെ വിളിച്ചാൽ താഴെ കുഴി ഉണ്ടാക്കി മുളപ്പിച്ച് കാണിക്കുന്ന ഒറിജിനൽ സാധനം. സാർ പ്ലാസ്റ്റിക്കാ ഒറിജിനൽ. എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അത് കൊണ്ട് ഓടിക്കളയാനും
അച്ഛനെ നീങ്ങുന്ന നായനാണ്. അപ്പൊ ഇവരടിച്ചാൽ നിങ്ങൾക്ക് കാണില്ല. ഷോയ്ക്ക് ഒരുപാടുണ്ടാവുന്നുണ്ട്. തുടക്കരുത് മണ്ണൊക്കെ എത്ര വല്ല തുണിയിൽ കണ്ടോ മാവൊന്നുമില്ല, കാലി തുണി. ഇതേ തുണി കണ്ടോ ഒരിക്കൽ കൂടി ഞാൻ മുകളിൽ ഞാൻ അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ മാറിയിട്ടുണ്ടാവും. ഇതല്ലാതെ എന്തെങ്കിലും വേറെ മാവിന്റെ തൈകളൊന്നും എന്റെ കൈവശമില്ല. മടിയിൽ മാവില്ല. ചിലവര് പറയും അലിക്കാക്ക മാവ് കാലിൽ ക്രോസ് ആയിട്ട് കെട്ടിയിട്ടുണ്ടാവുന്നൊക്കെ. എന്റെ കാലില് മാവൊന്നുമില്ല. ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇനി പൊക്കാലിനും വലിയ ശേഷിയല്ല. ഈ ഒരു തൈ മാത്രം ഞാൻ കൊണ്ടുപോയതിന്റെ ഉള്ളില് ശ്രദ്ധിച്ചു നോക്കണം. കൊച്ചു പിള്ളേര് കാണുന്ന ഷോ അല്ല. കാരണം അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇത്ര ആൾക്കാരെ കാണുമ്പോൾ ആദ്യമായി ഞാൻ വെച്ചത് ഒരു മാങ്ങയുടെ ഒരു തൈ കാണിച്ചു. ആ തൈ കാണാൻ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. മകടിയിലെ ഒരു പാട്ട് ഞാൻ മോദി തുണി മാറ്റി കൂടെ ഞാൻ എല്ലാം പൊക്കിയാൽ വലുത് പ്രതീക്ഷിക്കുന്നത്. കാരണം കൂടെ വളരെ ചെറുതാണ്. എല്ലാവരുടെ കണ്ണിനെ കെട്ടണം, ആരെ കണ്ണിനും കാണാൻ പാടില്ല. കൊണ്ടുവരണം വേഗം. എന്റെ അത്ര വലുത് വേണ്ട, കൊണ്ടുപോകാൻ പറ്റില്ല. കൂടെ പാകത്തിന് മതി. നിങ്ങൾ എല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം. എന്നാൽ ഇതാക്ക പൈസ വേണം ചോദിക്കും. അതല്ല, എന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തരുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ഇത്ര അടുത്തൊന്നും ഞാൻ കാണിക്കുന്നത്. അത് തരുന്നതും തരാത്തതും നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ ഞാൻ സഹായം ചോദിക്കുന്നത് മ്യൂസിക് ഇടൂല. എന്റെ മ്യൂസിക് നിങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം. നല്ല വലുതാണ്, നല്ല വലുതാണ്. നിങ്ങൾ കൈയടിക്കുന്നതോളം വലുതാണ്. ഒരു മാങ്ങ രണ്ടി വെച്ചു, തൈ കാണിച്ചു. ആ തൈ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഷോ ഞാൻ കാണിക്കേണ്ടത് വലിയ കൂടയിലാണ്. വലിയ കൂട കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. വണ്ടിയിൽ കയറ്റാൻ പ്രയാസതയുണ്ട്. തുണി മാറ്റി കൂടെ ഞാൻ നല്ല പൊക്കാം. ഒരുപാട് വന്നു വേണ്ട. മാങ്ങ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഒരു ഇല ഇങ്ങനെ അടച്ചാൽ പുറത്ത് വെളിയിലേക്ക് കാണും. ഇത്രയും വലിയ സാധനം എനിക്ക് ബനിയന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല, മടിയിൽ വെക്കാൻ പറ്റില്ല. ഈ കൂടെ സിംഗിളാണ്. അല്ല സാർ, ഇങ്ങനെ നോക്കി എന്താ കാണാൻ നിങ്ങൾക്ക് അല്ലേ? ഇതാണ് ഇന്ത്യൻ മാംഗോ ട്രീ പറയുന്ന ഒരു ജാലവിദ്യ. ഇപ്പൊ നിങ്ങൾ ലൈവായി കണ്ടു. എന്നാൽ ഒരു മാങ്ങയുണ്ട്. ചോദിക്കും മലിക്കാക്ക മാങ്ങ പ്ലാസ്റ്റിക്. ഒന്നും പ്ലാസ്റ്റിക് നോക്കുക ഒറിജിനൽ. മാങ്ങ ഒറിജിനൽ ആണോ എന്ന് അറിയണം. ഷോ കാണണം. മാങ്ങ കഴിക്കണമെങ്കിൽ യൂട്യൂബിൽ കണ്ടാൽ മാങ്ങ കഴിക്കാൻ പറ്റില്ല. ലൈവായി കാണണം. അലി ചെർപ്ലോസേരിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എന്റെ ഷോ കാണാനും ഫോൺ നമ്പർ ഉണ്ട്. ഇനി മാംഗോ മാജിക് എന്ന് അടിച്ചാലും കാണാം. നിങ്ങൾ ഏത് മാങ്ങ ഇല്ലാത്ത സമയത്തും എന്നെ വിളിക്കാം കേട്ടോ. മാവുണ്ടാക്കിയ മാങ്ങ ഉറപ്പാണ്. ഒറിജിനൽ സാധനം കണ്ടോ. പ്ലാസ്റ്റിക് ഇത് വരില്ല. മാവ് ഒറിജിനൽ ആയാൽ മാങ്ങ വരും. മാങ്ങ ഒറിജിനൽ ആയാലേ കറ വരുള്ളൂ. ഇനി മാങ്ങ ഒറിജിനൽ ആണോ എന്ന് അറിയണം. മാങ്ങ എല്ലാവരും ചോദിക്കരുത്. ചോദിച്ചു വാങ്ങരുത്. തന്നാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കാരണം മാജിക് മാങ്ങയാണ്.
മാജിക് മാങ്ങ ചോദിച്ചു വാങ്ങി കഴിച്ചാൽ രാത്രി ഉറങ്ങുമ്പോ കണ്ണ് കാണില്ല. എന്റെ ഷോ കാണുന്നത് വരെ പോക്കറ്റ് പൈസ പേഴ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചോളെ. ഇനി പോയി പരിപാടി ഇനിയുണ്ട്. ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയട്ടെ. ഒരു കഷ്ണം ഉപ്പ് മുളകൊന്നും ചോദിക്കരുത്. ഓക്കെ സർവീസോ അടുത്തുള്ളവർക്ക് കഷ്ണം കൊടുക്കുക. നിങ്ങൾ തന്നെ ഷെയർ ചെയ്തോടെ അടുത്തുള്ളവർക്ക് കൊടുക്കുക. ഈ അലിക്കാക്ക നമുക്ക് തരുന്നില്ല എന്ന് പറയരുത്. 2 പീസ് ഞാൻ ആക്കണോ? പിടിച്ചോളെ. കോഴിനാക്കണം, ഊരാക്കണം. ഞാൻ കൈ മുറിയരുത്. ഓക്കെ ഒരു കഷ്ണം സർവീസ് അടുത്തുള്ളവർക്ക് കൊടുക്കുക. ഷെയർ ചെയ്തോ. ചിലവർക്ക് പേടി കാണി കഴിച്ച എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? പേടി കണ്ട കഴിച്ചോളൂ. എത്ര ദിവസം ജീവിച്ചാലും ഒരു ദിവസം മരിക്കണം ഇല്ല. ഇന്ന് നല്ല ദിവസമാണ്. മരിക്കാൻ പറഞ്ഞതല്ല, അടുത്തുള്ളവർക്ക് കൊടുക്കുക. ഓക്കെ അടുത്തുള്ളവർക്ക് കൊടുക്കുക. ഓക്കെ ഒരു കഷ്ണം ശോധന മനസ്സിന് ഇഷ്ടപ്പെട്ടോ? ഇല്ല ഞാൻ അടുത്ത ഒരു ഐറ്റംസിലേക്ക് കടക്കാൻ പോവാണ്. ഒരു തുണിപ്പൊന്നും ഞാൻ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരൊന്നും എനിക്കാണെങ്കിൽ വിളിച്ചത് കിട്ടുള്ളൂ. സഹകരിക്കണം. ഇത് കുറച്ച് നേരം പരിപാടി. ഒരു തുണിപ്പൊന്നും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പേര് അലി എന്നാണ്. സ്വദേശം ചെറുപ്പശ്ശേരി സ്ട്രീറ്റ് മെഡിസിൻ. ഇപ്പൊ മാജിക് പ്ലാനറ്റിൽ ഞാൻ ഇല്ല. ഞാൻ 9 വർഷം അവിടെ ഉണ്ടായിരുന്ന ആളാ. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 4-5 മാസമായി. ഇങ്ങനത്തെ ശരിയാവില്ല. ലൈഫ് അവിടെ അടുത്ത ഒരു ഐറ്റംസിലേക്ക് കിടക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് ആരെടുത്തെങ്കിലും തോർത്തോ ഷാളോ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ആരെങ്കിലും ഒന്ന് തരണം. സഹകരിച്ച മാത്രം സ്ട്രീറ്റ് മാജിക് വിജയിക്കുള്ളതുകൊണ്ടാണ്. എന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. ഒരു 3 ഷാള് സംഭാവനയായി തന്നിട്ടുണ്ട്. ഒരു തുണിപ്പൊന്നും തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വെച്ച് പോകാം. മോൾ പൈസ തന്നാൽ ഞാൻ പുതിയത് മേടിച്ചു തരാം. വായിലേക്ക് ഞാൻ ഇടാൻ പോവാണ്.
നിങ്ങളുടെ കൈയടിയും ഫ്ലാഷ് ബാക്കാണ് എന്നെ ഇത്ര വളർത്താൻ കാരണം. ഒരു തുണിപ്പൊന്നും കത്തിച്ച് വായിലിട്ടു. ഇത് പനിയന്റെ ഉള്ളിൽ ഞാൻ ഇട്ടതല്ല. ഒരു തുണിപ്പൊന്നും കത്തിച്ച് വായിലിട്ടു. ആദ്യം പുക, രണ്ടാമത് തീ, മൂന്നാമതാണ്. ഞാൻ മഹന്റെ ഒരു പ്രോഗ്രാം കാണിക്കാം. ഇവിടെ ഉള്ള ഒരു കൊച്ചൻ ഇങ്ങനെ ഇപ്പൊ എന്റെ മകന്റെ പേരാണ് ഷബീർ അലി. വലിയ തുണിയോടെ മതി. കുറച്ച് ബാക്ക്. ഓക്കെ, തുണിയിൽ നോക്കണം. ഇതിന് വേറെ കണക്ഷൻ ഒന്നുമില്ല, വയർ കണക്ഷൻ ഇല്ല, മൈക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെസ്മറിസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. പെട്ടിയിൽ പാമ്പിനെ കണ്ടു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പെട്ടിയിൽ പാമ്പില്ല, അദ്ദേഹത്തിന് തോന്നിയതാണ്. വലിപ്പ് തുറന്നാൽ കാണാം. ആ വലിപ്പ് എപ്പോ തുറക്കാന്നുള്ള മകൻ പറയും. ശരീരലിയെ മുകളിലിക്കോ മോനെ വലിപ്പ് എപ്പോ തുറക്കാൻ പറയും. ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ഞാനിങ്ങനെ വെറുതെ നിന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം തരണം. ഉത്തരം ക്ലിയർ ആയിരിക്കണം. നോക്കാൻ പാടില്ല കേട്ടോ. അറിയില്ലേ? പറയാം. താങ്കൾ ചേച്ചിക്ക് എന്താണ് ഒരു അടയാളം ഉള്ളത്? ഓർക്ക് വേറെന്താ അടയാളമുണ്ട്? മോതിരം. എവിടെ മോതിരം കാണുന്നുണ്ട്? 2. ശരിയാണോ? ശരിയാണെങ്കിൽ ഈ സെക്ഷനിലേക്ക് എത്ര ആൾക്ക് കണ്ണട കാണുന്നുണ്ട്? എത്ര ആൾക്ക് കണ്ണട ഉണ്ട്? 3 ആൾക്ക്. ഈ സെക്ഷനില് 3 ആൾക്ക്. ഈ സെക്ഷനിൽ മുൻവശം നിൽക്കുന്ന ആളുകളിൽ വെച്ച് എന്നെ എത്ര ആൾക്ക് കണ്ണട കാണുന്നുണ്ട്? 1 ആൾക്ക്. മുൻവശം ആളുകളിൽ വെച്ച് 3 ആൾ നിന്ന് ഷോ കാണുന്നവർക്ക് എവിടെ എത്ര ആൾക്ക് കണ്ണട ഉണ്ട്? 2 ആൾക്ക്. ഇവിടെ ഈ മൂലയ്ക്ക് കേട്ടോ. എത്ര ആൾക്ക്? 2 പേർക്ക്. ചേച്ചിക്ക് എന്താ അടയാളമുണ്ട്? മോതിരം. എവിടെ വരില്ല മോതിരം? 2. ആണോ? ചേച്ചിക്ക് സംശയം. രാവിലെ അദ്ദേഹത്തിന് എന്താണ് ഒരു അടയാളം കാണുന്നത്? വാച്ച്. എന്താ വാച്ച്. മോനെ സമയം പറയോ? ചോദ്യം പാടില്ല കേട്ടോ. ഇന്നലെ ഒരാളെ ചുറ്റും ലോട്ടറി അടിക്കുള്ളൂ. ചോദ്യം പാടില്ല. അത് മെസ്മറിസം, മന്ത്രമല്ല. ക്ലിയർ ആയിരിക്കണം സമയം കേട്ടോ. കുട്ടി എത്ര മണിയാവാൻ പോകുന്നുണ്ട്? വാച്ചിൽ ചോദിച്ചാൽ പറയോ? എത്ര മണിയാവാൻ പോകുന്നുണ്ട്? 8 മണിയാവാൻ പോകുന്നുണ്ട്. എത്ര മിനിറ്റ് കുറവുണ്ട്? 5 മിനിറ്റ് കുറവുണ്ട്. അദ്ദേഹത്തിന് എന്താ ഒരു അടയാളമുണ്ട്? വാച്ച്. മോനെ ഇതില് മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഞാൻ എത്ര മണി കഴിഞ്ഞു? 10 മണി. ബാറ്റില്ലേ? ഇൻട്രസ്റ്റിംഗ് ഈ സാറിന് എന്താ അടയാളമുണ്ട്? എന്താ അത്? വാച്ച്. മോനെ ഇതിൽ 8 മണിക്ക് ഇപ്പൊ എത്ര മിനിറ്റ് കുറവുണ്ട്? 3 മിനിറ്റ് കുറവുണ്ട്. മോൻക്ക് വേറെന്താ അടയാളമുണ്ട്? മോതിരം. ഇതിനെയാണ് ഞാൻ അടിപൊളിയായിട്ട് ഒരു മെസ്മറിസം കാണിക്കുക. കാണണ്ടേ? ചോദ്യം പാടില്ല, ചോദ്യം പാടില്ല. കണ്ടിടത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിൽ തൃപ്തിയായാൽ മാത്രമേ ഞങ്ങൾ ഉൾക്കൊള്ളുള്ളൂ. ഞാൻ അടുത്ത ഒരു മെസ്മറിസം കാണിക്കാം. എന്റെ പ്രോഗ്രാം കാണുന്നവരെ പോക്കറ്റ്, പൈസ, പേഴ്സ്, മൊബൈലൊക്കെ സൂക്ഷിച്ചു വെച്ചോളി. ഇൻട്രസ്റ്റ് നിൽക്കുമ്പോൾ എന്റെ മാജിക്കൊന്നും പോകില്ല. വേറെ വല്ല മാജിക്കാരുണ്ടാവും. അടുത്ത ഐറ്റംസിലേക്ക് കാണിക്കാൻ മെസ്മറിസം ശ്രദ്ധിച്ചു നോക്കണം. സാർ ഒരു നോട്ട് ഒരു നോട്ട് എന്റെ കൈവശം എത്ര വലുത് വേണമെങ്കിൽ തരാം. സംഭാവനയല്ല, പേടിക്കരുത്. എന്റെ ഷോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ തന്നവാണോ? സ്ട്രീറ്റ് മാജിഷ്യന് ഇത് ഞാൻ കാണിക്കും. ഇദ്ദേഹത്തിന് സമ്മതമില്ലാതെ 1 രൂപ ഞാൻ വെച്ചില്ല. എന്റെ വായിലൂടെ പൈസ ഇദ്ദേഹം എത്ര രൂപ എന്റെ കയ്യിൽ തന്നു? മോന് 50 രൂപ. എത്ര രൂപ തന്നു? 50. ഇതിന്റെ ബുക്കിംഗ് നമ്പർ പറയോ? ഇതിന്റെ റൂട്ട് നമ്പർ ബുക്കിംഗ് എത്ര? 4. റൂട്ട് നമ്പർ 1. കുട്ടി അടുത്തത്, 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 ലാസ്റ്റ്. ഈ ഭാഗത്ത് നിന്ന് ആരും ഒരു നോട്ട് എന്റെ കൈവശം തരണം. സഹകരിക്കണം. ആരൊക്കെ വരാണ്?
തങ്ങ വെച്ച് നോട്ടല്ല, ആരാരെന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിൾ. എന്റെ പോക്കറ്റിൽ ഒരു നോട്ട് എഴുതി ഞാൻ അവതരിപ്പിച്ച് വെക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കാണിക്കുമ്പോൾ ചിലവരുടെ ഡൗട്ട് ഹിന്ദിയിൽ പറയുന്നില്ല, തമിഴിൽ പറയുന്നില്ല. ഇതൊരു മെസ്മരിസം എന്ന് മാത്രം. ഇപ്പൊ ഇതിന്റെ ബുക്കിംഗ് നമ്പർ 3, എവിടെ റൂട്ട് നമ്പർ 2, അടുത്തത് 6, എന്നെ അടുത്തത് 1, എവിടെ അടുത്തത് 2, നമ്പർ അതിന്റെ അടുത്ത് 4, ലാസ്റ്റ് 6. അത് ചേച്ചിക്കുന്ന ഒരാളാണ് കാണുന്നത്. പൊട്ടൽ നെറ്റിയിൽ മാത്രം എവിടെ കളർ വെച്ചിട്ടുണ്ട്? 2 കളർ. നെറ്റിയിൽ മാത്രം എത്ര കളർ കാണുന്നുണ്ട്? 2. ഈ ഭാഗത്ത് ഒരു നോട്ടിന്റെ കൈവശം ആരെങ്കിലും ഒരാൾ കൈവശം എത്ര രൂപയാണെന്ന് 20. അതിന്റെ ബുക്കിംഗ് നമ്പർ 6, റൂട്ട് എത്ര? 4, അതിന്റെ അടുത്തത് 5, അടുത്തത് 6, അടുത്തത് 6, അടുത്തത് 4, അടുത്തത് 1. ശരിയാണ് സാർ. എന്തെങ്കിലും പറയണം. ചിലവര് ഡൗട്ട് കാണാൻ എന്താ അറിയോ? നോട്ടിൽ ഇങ്ങനെ പിടിച്ച് വെക്കണം, ക്യാമറ പുറകിലില്ല. മാജിക് പ്ലാനറ്റ് അവതരിപ്പിക്കുമ്പോൾ ചിലർ 4 കുളം നോക്കും, ക്യാമറ ഉണ്ടോ ഇവിടെ നോക്കേണ്ട ആവശ്യമല്ല. ചിലവർ പറയും എക്സ്ട്രാ ഫിറ്റിംഗ് എന്തെങ്കിലും കാണും. എന്റെ മകനാണ്, നോ ഫിറ്റിംഗ് നോ എക്സ്ട്രാ, മൈക്ക് മാത്രമേ. ഇതോടെ പരിപാടി കണ്ട് വിജയിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കെട്ടിലെ പാമ്പ് ഒറിജിനൽ അല്ല, പ്ലാസ്റ്റിക് ആണ്. ഒറിജിനൽ പാമ്പ് വെക്കാൻ നിയമമില്ലാത്തതുകൊണ്ടാണ്. കണ്ടോ, ഇത് കഴിച്ച ആള് ചാകില്ല, ജീവൻ മാത്രമേ ഉള്ളൂ. ആളെ തന്നെ കാണും.